എല്ലാ നമ്മുടെ ആത്മീയ അനിവാര്യമാണ്. നമ്മളെല്ലാ കുഞ്ഞുങ്ങളെയും സന്ദർശനങ്ങളിലേക്ക് അയക്കണം. എല്ലാ കുഞ്ഞുങ്ങളും എന്നുള്ള കാര്യം ഹൃദയമായി ഓർമ്മിക്കുന്നു. ഈ ഏറ്റവും ഭംഗിയായിട്ടുള്ള വിജയാകട്ടെ. വിദ്യാർത്ഥികളും അധ്യാപകരും ശ്രേഷ്ഠമായി പ്രവേശനം ആയിരിക്കുകയാണ്. പുതിയൊരു അധ്യയന വർഷം അനുഗ്രഹപൂർണമായി നിറയുവാൻ ഈ വെള്ളി വെളിച്ചമായി വെള്ള വസ്ത്രവുമായി കുഞ്ഞുങ്ങൾ അണിനിരക്കുമ്പോൾ ഒരു പാപ്പോ ഇവിടെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ സഭ അനുസ്മരിച്ച ഒരു സംഭവത്തെ അനുകരിച്ചുകൊണ്ടാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകമായിട്ട് സ്നേഹത്തെ അറിയിക്കുന്നു. അനുഗ്രഹപൂർണമായ ഒരു അധ്യയന വർഷം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയും ഒരു പുതിയ അധ്യയന വർഷം ഇവിടെ ആരംഭിക്കുകയാണ്. നാം സ്കൂളുകളിലും പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഏറെ മൂല്യോടുകൂടി ഏറെ ഭംഗിയായ രീതിയിൽ ഇതെല്ലാം ക്രമീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൺഡേ സ്കൂൾ ആത്മീയ വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുവാനായി സൺഡേ സ്കൂൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ ഏറെ മനോഹരമായി ഏറെ അനുഗ്രഹപ്രദമായ രീതിയിൽ വെള്ളവസ്ത്രങ്ങളൊക്കെ ധരിച്ച് കുഞ്ഞുങ്ങളെല്ലാവരും കത്തിച്ചമായി ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് നാം ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും ആശംസകളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആത്മാർത്ഥമായ സഹകരണം ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടാകണം. നമ്മുടെ ആത്മാർത്ഥമായ സഹകരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ആരും സൺഡേ സ്കൂളിൽ പോകാതെ പാടേണ്ടതുണ്ടാകരുത്. ആ ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്. ഈ കുഞ്ഞുങ്ങളോട് ചേർന്ന് എല്ലാവരും ഒന്നിച്ച് ആത്മീകമായി വളരുവാൻ ദൈവമായി ഓരോരുത്തർക്കും സാധിക്കണം. അതിന് ആരെയും എത്രമാത്രം പ്രാധാന്യത്തോടുകൂടി സ്കൂൾ വിദ്യാഭ്യാസങ്ങൾ കാണുന്നുവോ അതിനേക്കാൾ ഏറെ പ്രാധാന്യത്തോടുകൂടി സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം നാം ഓരോരുത്തരും കാണണം. ഈ കുഞ്ഞുങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഇടവകയിൽ നാം ആലോചിച്ച മതി. 1700 ഇടവകക്കാരുള്ള നമ്മുടെ ഈ ദേവാലയത്തിൽ ഇത്രയും കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചാൽ പോരാ. ഇത്രയും കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ നമ്മുടെ ഭാഗത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും സൺഡേ സ്കൂളിൽ ചെയ്യുവാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകമായിട്ട് ഇതിനുവേണ്ടി ചില അധ്യാപകർക്കുള്ള പ്രത്യേകമായ സ്നേഹം അറിയിക്കുന്നു. മാതാപിതാക്കളും അധ്യാപകരും ഏറെ കഷ്ടപ്പെട്ടുകൊണ്ട് ഒത്തിരിയേറെ വേണ്ടി അധ്വാനിച്ചു നിസ്സീമമായ അവരുടെ പ്രവർത്തനം ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ വരും തലമുറ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള അവരുടെ ആഗ്രഹത്തെ പറ്റി അവർ നടത്തുന്ന ഈ സേവനം അത് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറെ വിജയകരമാണ്. ലളിതമായ കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും മാതാപിതാക്കളെയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും സന്തോഷത്തോടെ നേടുകയും ചെയ്യും. മൂന്ന് പ്രധാന വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഒന്നാമനായി വിശുദ്ധനായ സ്റ്റേഫാനോസ്, രണ്ടാമനായി പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ അഥവാ ശൗൽ, മൂന്നാമനായി സന്നിധി സംഘത്തിലെ യഹൂദ പ്രമാണി. പ്രിയരെ, കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേതൃത്വത്തിൽ 7 ഷെമാശന്മാരെ ശുശ്രൂഷകരെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു എന്ന് വിശുദ്ധ പ്രവർത്തികളുടെ പുസ്തകം സാക്ഷിക്കുന്നു. അതിൽ ഒന്നാമനായി
പ്രഥമനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്തേഫാനോസാണ്. സ്തേഫാനോസിനെ കുറിച്ച് വേദപുസ്തകം സാക്ഷിക്കുന്നത് ഇപ്രകാരമാണ്: കരുണ ലഭിച്ചവനും ശക്തി പ്രാപിച്ചവനുമായിരുന്നു സ്തേഫാനോസ്. സ്ത്രീഹന്മാരെ പോലെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചവനായിരുന്നു സ്തേഫാനോസ് എന്ന് വേദപുസ്തകം സാക്ഷിക്കുന്നു. സ്തേഫാനോസ് യെരുശലേമിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം വളരെയധികം പഠനം നടത്തിയ വ്യക്തിയായിരുന്നു. ഒരു വിജാതീയനായിരുന്നു. ഗ്രീക്ക് ദേശത്ത് നിന്ന് വന്ന യഹൂദന്മാരോടൊപ്പം ചേർന്ന് പിന്നീട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന സ്തേഫാനോസ് ക്രിസ്തുവിന് വേണ്ടി ഏറ്റവും വലിയ പോരാട്ടം നടത്തിയവരാണ്. ക്രിസ്തീയ സഭയിലെ ആദ്യ രക്തസാക്ഷിയാണ് വിശുദ്ധനായ സ്തേഫാനോസ്. സ്തേഫാനോസിന്റെ മരണസമയത്ത് ഇപ്രകാരമെല്ലാം സംഭവിച്ചു: അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വം ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും അവൻ കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് സ്തേഫാനോസ് പറഞ്ഞു. ഇത് കേട്ട യഹൂദ ജനം അവർ ഉറക്കെ നിലവിളിച്ചു. ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. ഈ ശൗലത്തെ പിന്നീട് പരിശുദ്ധനായ പൗലോസ്ലീഹായെ മാറിയത്. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കുകയും അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നു: If Stephen had not prayed, church would not have Saint Paul. സ്തേഫാനോസ് പ്രാർത്ഥിച്ചില്ലായിരുന്നുവെങ്കിൽ സഭയ്ക്ക് വിശുദ്ധനായ പൗലോസ്ലീഹായെ ലഭിക്കില്ലായിരുന്നു എന്നാണ് അഗസ്തീനോസ് പറഞ്ഞു വെക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി ആദ്യമായി രക്തസാക്ഷിത്വം വഹിച്ച സ്തേഫാനോസിനെ കൊല്ലുന്ന നടപടിയിൽ ഒപ്പം നിന്ന ശൗൽ മാനസാന്തരപ്പെട്ട് ക്രിസ്തു സഭയുടെ ഏറ്റവും വലിയ പ്രചാരകനായി തീർന്നത് തീർച്ചയായും സ്തേഫാനോസിന്റെ പ്രാർത്ഥനയാലാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ക്രിസ്തുവിനെ പോലെ തന്നെ കൊല ചെയ്യുന്നവർക്ക് വേണ്ടി അപേക്ഷിച്ച ക്രിസ്തുവിനെ പോലെ തന്നെ കൊല്ലുന്നവർക്ക് വേണ്ടി അവരുടെ പാപം നിർത്തരുത് എന്ന് സ്തേഫാനോസ് അപേക്ഷിക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്തീയ സാക്ഷ്യമാണ് സ്തേഫാനോസ് നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വയ്ക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. വിശുദ്ധനായ സ്തേഫാനോസ് സഹദായുടെ ഓർമ്മ ദിവസമാണ് വിശുദ്ധ സഭ ജനുവരി 8-ാം തീയതിയായി ആചരിക്കുന്നത്. അതിന്റെ സ്മരണാർത്ഥമാണ് ഞങ്ങൾ ഈ ഒരു ചെറിയ ടാബ് നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നന്ദി. മക്കളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രവേശനോത്സവത്തിന്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചു.
മാലാഖമാരൊക്കെ വെയിലുകൊണ്ട് മടുക്കും.